ആത്മായോടെ Dei gloria, ആത്മായോടെ Dei gloria, സർവ്വവും ദൈവ മഹിമയ്ക്കായി. എഡ്യൂക്കേഷൻ ഫോറം രൂപീകരിച്ച് വളർന്നു വരുന്ന തലമുറയെ ഉയർത്തിക്കൊണ്ടുവന്ന് നാടിനും നാട്ടുകാർക്കും അഭിമാനമാകുന്ന, മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന, യേശുവിന്റെ സ്നേഹം സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംരംഭം രൂപത പ്ലാൻ ചെയ്തത്. ഇംഗ്ലീഷ് പഠിക്കാന്ന് പറയുന്നത് ഇല്ലേ? എൻ്റെ മോൻ കുഞ്ഞായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു, കാർട്ടൂൺ കാണി ഇംഗ്ലീഷ് പഠിക്കാനാണെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, സബ് ടൈറ്റിലോടെയൊക്കെ നമുക്ക് ഇംഗ്ലീഷ് സിനിമകൾ കാണാം അല്ലേ? പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ സെന്റ് പോൾസ് പബ്ലിക്കേഷൻസിന്റെ ടീനേജറിന് ഞാനൊക്കെ ചെറുതായിരുന്നപ്പോഴേ അതുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ കൊതിപ്പിക്കണം, എന്നെ കണ്ടുപിടിക്കുക. എന്താ ഞാൻ ഡോക്ടറായി മറ്റുള്ളവരുടെ പോക്കറ്റ് അടിച്ച് ജീവിക്കണം, ഇവ പോക്കറ്റ് അടിക്കാരനാ അല്ലേ? ഒരു കാര്യം അല്ലെ, ശരിയല്ലേ? ഇപ്പോഴത്തെ ഡോക്ടർമാരൊക്കെ ഞാൻ നോക്കണ്ട പോക്കറ്റ് അടിക്കാറ്. അവൻ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നോക്കും, എങ്ങോട്ടാ നോക്കണേ? പോക്കറ്റിലേക്ക്. ഏത് ആശുപത്രിയിൽ ചെന്നോ അതിൽ നോക്കുന്നത് പോക്കറ്റിലേക്കാണ്. ഇത് നല്ല പോക്കറ്റ് കനോളം വേണം, ഇത് പോക്കറ്റ് അടിച്ചിട്ട് വരുന്നുണ്ട്. എന്തിനു വേണ്ടി ഞാൻ നമ്മൾ അതാലോചിക്കണം, ഞാൻ എന്തിനാ ഡോക്ടറാണ്, ഞാൻ എന്തിനാണ്? ഇപ്പം ഞാൻ എൻ്റെ സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു പര്യന്തം വെച്ചു സാറേ നമുക്ക് അധികം പഠിക്കാറ് അധികം പഠിക്കാറ് അതിനൊരു ഒട്ടും പഠിക്കാതെ ഒട്ടും പഠിക്കാതെ പറ്റില്ല. അപ്പം പറഞ്ഞു എന്തെങ്കിലും പഠിച്ച ചെറിയ പഠിത്തം പഠിച്ചത് പക്ഷെ ശമ്പളത്തിൽ ഒരു ലക്ഷം. പതിനൊന്ന് പേരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലീഡറായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത എല്ലാവരും സെലീനയാണ്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ജീവിതവശം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത് സെലീനെ ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പോൾ സെലീൻ പ്രസൻറ്റ് ചെയ്താൽ മതി. എൻ്റെ പേര് സെലീൻ. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ടാണ് ഇവിടെ നിൽക്കണേ. അപ്പോൾ ഞങ്ങൾ സെൻറ്റ് പോൾസ് മാനേജരിക്കും ചർച്ചിലെ കുട്ടികളെന്ന നിലയിൽ ഞങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ ഞങ്ങളൊരു ട്രെയിൻ പോലെ ആണ് കൊണ്ടുപോകുന്നത്. അതിൽ റെയിൽവേ ഞങ്ങൾ ബേസ് ലൈനായിട്ട് കാണുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജാണ്. അപ്പോൾ ഫസ്റ്റിൽ ഓരോ ബോഗികൾ ഓരോ വ്യക്തികളാണ്. അപ്പോൾ ഫസ്റ്റ് ബോഗിയിൽ ഞാനാണ്. അപ്പോൾ എൻ്റെ അംബിഷൻ എന്ന് പറയുന്നത് MSc നഴ്സിംഗ് ആണ്. ഞാനിപ്പോൾ +2 പഠിക്കുന്നത് ബയോമാത്സ് ആണ് എടുത്തേക്കുന്നത്. ഇത് ഇപ്പോൾ അതിന് പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും നേവി അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറ്റുന്നത് ആവണമെന്ന് ആഗ്രഹം. ഗുഡ് ഈവനിങ്, എൻ്റെ പേര് ലെന. ഞാൻ ഗ്രൂപ്പ് 3യുടെ ലീഡറാണ്. ഞങ്ങൾ സോളാർ സിസ്റ്റമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സണ്ണാണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്. എനിക്ക് BSc നഴ്സിംഗ് ആവാനാണ് ആഗ്രഹം. +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതി BSc നഴ്സ് ആവാൻ. കലാകാരനും ഗായകനും കൂടിയാണ്. അപ്പോൾ ആഷ്മിനെ കൈമാറുന്നു. ഞാനാണ് സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ലീഡർ. അപ്പോൾ ഞങ്ങൾ ചെയ്ത ഇപ്പോൾ കാണും.
ഇതിൽ ഇംഗ്ലീഷ്, ഞങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജാണ് ആ കൊച്ചി. ഞങ്ങൾ പോണ എൻ്റെ പേര് അൽജോ. ഞങ്ങൾ +2 സയൻസ് പഠിക്കുന്നു. എനിക്ക് ക്രൂസിൽ ജോലി വാങ്ങാനായിട്ട് ആഗ്രഹം. ഒരിക്കൽ കൂടി വളരെ മനോഹരമായി തന്നെ നിങ്ങളിതിൽ പങ്കെടുത്തു. വളരെയധികം സ്വപ്നങ്ങളുണ്ട്. അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഊർജത്തെ ഞങ്ങൾ വീണ്ടും വീണ്ടും അഭിനന്ദിച്ച് നമ്മുടെ ഈ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമായിരുന്നു. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം എടുത്ത് പറയുന്നൊരു കാര്യം, നമ്മളിപ്പോൾ ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ കഴിയുമ്പോൾ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതല്ല നമ്മുടെ ഇതിൻ്റെ ലക്ഷ്യവും പ്രതീക്ഷയും. എന്നോട് പറഞ്ഞു നമ്മൾ എല്ലാ ഇടവുകളിലേക്കും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എത്തിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷിൻ്റെ പ്രാവീണ്യം ഉറപ്പുവരുത്തണം. ഒന്ന് അതൊന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുട്ടികൾക്ക് എവിടെ എത്തിച്ചേരണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന വ്യക്തതയില്ല. അതൊരു തുടക്കം മാത്രമാണ്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ചെയ്യണം. We shall overcome, we shall overcome, we shall overcome one day. I do believe we shall overcome someday. I put one day, someday, one day, which always. Today ഒന്നും പാടാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് പാടാം. ഒരു പിച്ചൊന്ന് എഴുതിയിട്ട് തന്നെ, എല്ലാവരും എഴുതിയിട്ട് തന്നെ. അപ്പോൾ വീശാൽ ഓവർകം ചിലപ്പോൾ എന്താണ്, നമ്മളിതിനെ അതിജീവിക്കും. നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പരിമിതികളൊക്കെ ഉണ്ട്. മോൻ പറഞ്ഞില്ലേ, എനിക്കിത് അറിഞ്ഞുകൂടാ വ്യക്തമായിട്ട്. ബഹുമാനപ്പെട്ട അച്ഛാ, പ്രൊഫസർ സാർ, പ്രിയ ടീച്ചർ, ഹണി മാം, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, നമ്മുടെ PTA മെമ്പേഴ്സ്, അറിയാം എല്ലാവരും ഒരു അലസമനോഭാവത്തോടുകൂടിയാണ് നമ്മളിന്ന് ഇവിടെ എത്തിയത് അല്ലേ. ഉച്ചയ്ക്ക് നിങ്ങളുടെ ആദ്യം പ്രതീക്ഷയൊന്നുമില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഇപ്പം എങ്ങനെ തോന്നണം മക്കളെ? ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നണേ? ഇപ്പൊ പ്ലാൻ വേണോ? അല്ല, നിങ്ങൾക്കൊരു ലക്ഷ്യബോധം വന്നോ? സാർ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ പറഞ്ഞേ? ഫസ്റ്റ് എന്താ പറഞ്ഞത് എൻ്റെ അടുത്ത്? എന്ത് വേണമെന്നാണ് പറഞ്ഞത് ജോജി സാർ പഠിപ്പിച്ചത്? ഫസ്റ്റ് അംബീഷൻ, ഓക്കെ, ലക്ഷ്യബോധം. ഓക്കെ, സെക്കൻഡ്